ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ വെള്ള അവിയലിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പാലക്കാട് സ്റ്റൈൽ വെള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പഴവലങ്ങ, കോവയ്ക്ക, ചേന, അതുപോലെ തന്നെ ഏത്തയ്ക്ക, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാലക്കാട് അവിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങൾ ഓവറായിട്ട് കുക്കായി പോകത്തില്ല, നല്ലൊരു പാകത്തിന് കുക്കാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത്തയ്ക്ക ചേർക്കുന്നില്ല. ഈ വെജിറ്റബിൾസ് ഒന്ന് ആവി കയറിയ ശേഷം മാത്രമാണ് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഏത്തയ്ക്ക നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. ഏത്തയ്ക്ക ഓവറായിട്ട് കറുത്ത് പോകത്തുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആവി വന്ന ശേഷം നമ്മളാണ് ഇതിലേക്ക് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഏത്തയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അവിയലിലെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അതിലേക്ക് നമ്മൾ ഏത്തയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും ഒരു കുക്ക് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഓവറായിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൽ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈര് ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ ചിരകിയതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ചെറു ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ സാധാരണ അവിയൽ പോലെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ റോ ടേസ്റ്റ് മാറി കിട്ടണം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല സ്പേസ് ഉള്ള ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് എല്ലാം കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിയൽ നമുക്ക് ഉരുളിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അരപ്പിൻ്റെ പച്ചമണം മാറി വന്ന ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ധാരാളം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനൊരു 20 മിനിറ്റിന് ശേഷമാണ് ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾക്ക് നല്ല പാകത്തിന് കുക്കായിരിക്കുന്നു, ഓവറായിട്ട് കുക്കായി പോയിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വിഷുവിന് ഈ ഒരു അവിയൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ നോർമലായിട്ടുള്ള അവിയലിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലെന്നല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.